ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ഇന്ന് ലീവായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ്, മിംസിൽ പോയിട്ട് വന്നതാണ്. ഇന്നായിരുന്നു എൻ്റെ ടാർജറ്റ് തെറാപ്പി, 14ാമത്തെ അതായിരുന്നു ഇഞ്ചക്ഷൻ. ഇനി 3 കൂടി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ അത് ചിന്തിക്കണ്ടല്ലോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പോയി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നു. എൻ്റെ ഡോക്ടറെ എനിക്ക് കാണാൻ പറ്റിയില്ല, ഡോക്ടർ ലീവായിരുന്നു. പകരം വേറെ ഡോക്ടറാണ് നോക്കിയത്. അപ്പം ചെക്കപ്പ് വരുന്നത് ഏകദേശം ജൂണിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ, ജൂണിൽ ചെക്കപ്പ് വരുന്നത് പറഞ്ഞപ്പോൾ. വേറെ ഒന്നും കണ്ടല്ല, നമുക്കങ്ങനെയാണല്ലോ. ഒരു കൊല്ലം, സത്യം പറഞ്ഞാൽ ഒരു കൊല്ലമായി. അപ്പം പക്ഷേ ഞാൻ ലാസ്റ്റ് മാമോഗ്രാം ചെയ്തത് ജൂണിലാണ്. എൻ്റെ സർജറിയുടെ തൊട്ട് മുന്നെയാണ് ഒരു മാമോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ആ സമയത്ത് ചെയ്തതുകൊണ്ട് ഇനി ആ ജൂൺ ആകുമ്പോഴാണ് അടുത്ത് മാമോഗ്രാം ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഫെബ്രുവരി ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. കഴിഞ്ഞ വർഷം ഈ ഫെബ്രുവരി ഈ ഒരു സമയത്ത് ഞാൻ ഒരു ക്യാൻസർ രോഗിയായിട്ട് ഇരിക്കുകയാണ്. സെയിം ആ ഒരു സമയത്ത് ഞാനിന്ന് എന്താ പറയുക, ക്യാൻസറിൽ നിന്ന് പൂർണ്ണ മുക്തയായിട്ടിരിക്കുകയാണ്. നിലവിൽ ഞാനൊരു ക്യാൻസർ രോഗിയല്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ പാത്തോളജി റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇന്ന് ലോക ക്യാൻസർ ദിനം കൂടിയാണ്, വേൾഡ് ക്യാൻസർ ഡേ, ഫെബ്രുവരി 4. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഫെബ്രുവരി 4 എൻ്റെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ 7 വർഷം പൂർത്തിയാക്കി. എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും എൻ്റെ എല്ലാ സന്തോഷങ്ങളിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പാതിയോട് എനിക്ക് ഈ സമയത്ത് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഇതുപോലൊരു അസുഖം വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടായി നിന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു അസുഖത്തിനെ തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പുള്ളിക്കാരനാണ് എൻ്റെ ബലം. അപ്പം ഫെബ്രുവരി 4 എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കാര്യത്തിൽ 2 സ്പെഷ്യലാണ്. കാരണം എൻ്റെ ക്യാൻസർ എന്ന അസുഖം അറിഞ്ഞ സമയമാണ്, പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. രണ്ട് സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ കുറേ പേഷ്യൻസിനെ ഞാൻ കണ്ടു. അതിൽ ഞാനിങ്ങനെ ചെന്ന സമയത്ത് ഞാൻ അവിടുന്ന് ഒ പി എടുക്കുക, ഡോക്ടർക്ക് വേണ്ടി ഡേ കെയറിന് വേണ്ടിയിട്ട് നമ്മളവിടെ എൻട്രി ചെയ്യാം. അപ്പോൾ സമയത്ത് ഞാൻ കണ്ടു അവിടെ ഇങ്ങനെ ഒരു ചേച്ചിയാണെന്ന് അറിയില്ല, മാസ്ക് ഇട്ടത് കൊണ്ട് ഏജൊന്നും പറയാൻ അറിയില്ല, എന്നാലും ചെറുപ്പക്കാരിയാണ്. ഒരു 10-35 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. ചെറുപ്പക്കാരിയാണ് എന്തായാലും. പുള്ളിക്കാരി അവിടെ നിന്ന് വിങ്ങി 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 കരയുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ അസുഖം ഡയഗ്നോസ് ചെയ്ത സമയമാണ്. എൻ്റെ മനസ്സ് എനിക്ക് തന്നെ അറിയില്ല അത് നിങ്ങളോട് എങ്ങനെ വിവരിച്ച് തരണം. അസുഖം അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ വിവരിച്ച് തരാൻ കഴിയില്ല. പല വീഡിയോസിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് കറക്റ്റായിട്ട് വിവരിച്ച് തരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഒരു കൊല്ലം, നേരത്തോട് നേരം ആവുക എന്ന് പറയുന്നു. ആ ഒരു കൊല്ലം കൊണ്ട്, ആ സമയം കൊണ്ട്, കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 4 അസുഖം അറിഞ്ഞ് ഞാൻ ഇക്കൊല്ലം ഫെബ്രുവരി ആ ഒരു കൊല്ലം ആയി. ആ ഫെബ്രുവരി 4 ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. എൻ്റെ ആ ഒരു നരകം പിടിച്ച യാത്രയിൽ ഞാൻ ഒരുപാട് കല്ല് ചവിട്ടി, ഒരുപാട് മുള്ള് ചവിട്ടി, കാല് മുറിഞ്ഞു. ഞാൻ ആ കാലെല്ലാം തുടച്ച് ചോരയെല്ലാം ക്ലീൻ ചെയ്ത് ഞാനത് നന്നായിട്ട് മരുന്നൊക്കെ ഇട്ട് മുറുക്കി കെട്ടിവെച്ചു. അങ്ങനെ എനിക്കിപ്പം ഈ ഒരു സമയത്ത് പറയാൻ സാധിക്കുകയുള്ളൂ, ശരിക്കും ഞാൻ ക്യാൻസർ സർവൈവർ ആണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനിയും മുന്നോട്ടും അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് അവിടെ നിന്നൊരു ചേച്ചിക്ക് അറിയുന്ന കണ്ടപ്പം എനിക്ക് വിഷമമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയ ആളായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്ന് അസുഖം അറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അസുഖം അറിയാം. എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവരുടെ ചുറ്റും കൂടി നിന്ന് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവരിന്ന് അസുഖം അറിയുമോ അങ്ങനെ എന്തോ ചെയ്തതാണ്, അതിൻ്റെ ഒരു ഷോക്കിലാണ് അവർ.
എനിക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കായാലും പെട്ടെന്ന് ഒരു അസുഖം അറിയുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം നമ്മൾ അതുപോലൊരാൾ പോയി സംസാരിക്കുമ്പം ഒരുപാട് ആശ്വാസം കിട്ടും. അതുകൊണ്ട് സംസാരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ടൈമില്ലായിരുന്നു. എൻ്റെ ഇഞ്ചക്ഷൻ എനിക്ക് എക്കോ എടുക്കാനുണ്ടായിരുന്നു. ഇന്ന് എക്കോയൊക്കെ നോർമലാണ് കേട്ടോ. എക്കോ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. ഒത്തിരി ടൈം വൈകിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. എപ്പോഴെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ അവർ കാണുകയാണെങ്കിൽ കാണട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ക്യാൻസർ ഇന്ന് ഒരു മീറ്റപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഇത് നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുടെ സ്പെഷ്യൽ ഡേ ആണ്. ഇത്രയും കാലം നമുക്ക് സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ നമുക്ക് ബർത്ത്ഡേ ഉണ്ടായിരുന്നു, മക്കളുടെ പിറന്നാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരെയും പിറന്നാളോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയുണ്ട്. ഇത് നമ്മൾ സ്പെഷ്യലായി ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് കാണേണ്ട ഡേ ആണ് കേട്ടോ, വേൾഡ് ക്യാൻസർ ഡേ. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു സെലിബ്രേഷനും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ക്യാൻസർ ഒരു സെലിബ്രേഷനായിട്ട് നമ്മൾ കാണാം. ഒത്തിരി പേര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അവിടെ ഓഡിറ്റോറിയത്തിൽ നിറച്ച് പേഷ്യൻസാണ്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരെന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ പരിപാടികളും കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നു. നല്ല ഗംഭീര പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് പോരേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലാതാവും. നമ്മൾ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് നല്ല സമയങ്ങൾ കടന്നു പോയി. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളും കൂടി ഉണ്ടാകും. അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് ഇപ്പം പയ്യെ വീണ്ടും പിച്ച വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവിടെ തന്നെ തള്ളി താഴെ ഇടാതിരുന്നാൽ മാത്രം മതി. അതേയുള്ളൂ എനിക്കിപ്പോൾ ആഗ്രഹം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി പേഷ്യൻസിനെ അറിയുന്ന ആരെയും കണ്ടില്ല, അല്ലാതെ കുറേ പേര് അവിടെ ഉണ്ട്. അപ്പം ഞാനൊക്കെ അങ്ങനെ അറിയുന്ന പേഷ്യൻസൊന്നും മിംസിൽ ഇങ്ങനെ ഞാൻ ആരെയും കാണാറില്ല. നമ്മൾ പോയി ജസ്റ്റ് കണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എന്താണ്, അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റിയെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ ഒരു വർഷം കടന്നു പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഒരു മെഴുകുതിരി പോലെ ഉരുക്കി തീരുകയായിരുന്നു. ഈ ഫെബ്രുവരിയിൽ ടെൻഷനൊന്നുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഡിസീസ് ഫ്രീ ആയി എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് എൻ്റെ പാത്തോളജി ടെസ്റ്റ് നെഗറ്റീവാണ്. എനിക്ക് അസുഖമൊന്നുമില്ല എന്നുള്ള റിസൾട്ട് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ആവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓരോ ചെക്കപ്പിലും ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും കീമോ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കീമോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഇന്ന് ഡയഗ്നോസ് ചെയ്ത ആൾക്കാരുണ്ടാവും, അതല്ല കീമോ കഴിയാറായ ആൾക്കാരുണ്ടാവും, ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചേച്ചിമാരെ, എൻ്റെ അനുജത്തിമാരെ, അമ്മമാരെ, ആരായാലും ചേട്ടന്മാരെ, ആരായാലും എൻ്റെ വീഡിയോസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ഏതൊരവസ്ഥയിൽ കൂടിയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെ കടന്നു പോയ ആളാണെങ്കിലും ഒരു നാൾ നിങ്ങളതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് അതിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടി നിങ്ങൾ പഴയപടിയാവും. അപ്പം ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം വന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവസ്ഥ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ കയറ്റുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ സമയം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അസുഖം അറിഞ്ഞ് എൻ്റെ ഫസ്റ്റ് കീമോ ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, മുടിയെല്ലാം പോകുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെയാണ് കീമോ നമുക്കറിയില്ലല്ലോ, എന്തൊക്കെയാണ് കീമോ എന്താണെന്ന് നമുക്കറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടേ ഉള്ളൂ, നമ്മളത് അനുഭവിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെയായിരിക്കും കീമോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, എങ്ങനെയോ എൻ്റെ മുടി ഒന്നിച്ച് പോവോ ഉറച്ച് പോവോ, അങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഉരുക്കി തിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഉരുക്കം എല്ലാം കഴിഞ്ഞു, എൻ്റെ കീമോ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഒരു 3 ഇഞ്ചക്ഷനും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ടാർജറ്റ് തെറാപ്പിയും കഴിഞ്ഞു. പിന്നെ എനിക്ക് ഓൺലി ചെക്കപ്പും, നമുക്ക് മിക്കവാറും 3 മന്ത്സോ അല്ലെങ്കിൽ 6 മന്ത്സോ വെച്ചുള്ള ചെക്കപ്പായിരിക്കാം, ഇനി 1 ഇയറിലായിരിക്കുമോ എന്നും അറിയില്ല. അപ്പം അങ്ങനെയുള്ള ചെക്കപ്പും പിന്നെ നമുക്ക് ദിവസവും കഴിക്കുന്ന ഹോർമോൺ ഗുളികയും കാൽസ്യം ഗുളികയും, അതാണല്ലോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പം എനിക്ക് അങ്ങനെയായിരിക്കും ഇനി എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മുന്നോട്ട് പോകുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോയത്. എൻ്റെ ആ ഒരു ഉരുകി നീങ്ങിയ സമയമാണ് ഇന്ന്
പയ്യെ വീണ്ടും ഒരു കത്തിച്ച് വെച്ച മെഴുകുതിരി പോലെ വീണ്ടും ഞാൻ എന്താ പറയുക കത്തി തുടങ്ങിയത്. അത് കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഉരുകി തീർന്നതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ആ കൊല്ലം അതേ സമയമായപ്പോൾ വീണ്ടും ആ മെഴുകുതിരിയെ പയ്യെ ഞാൻ വീണ്ടും കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇന്നത്തെ ക്യാൻസർ ഡേ എനിക്ക് ഒരുപാട്, വേൾഡ് ക്യാൻസർ ഡേ ആണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പം എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ ഞാൻ എൻ്റെ അസുഖം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാതെ എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് ക്യാൻസർ എന്ന് ഞാൻ കൂട്ടുന്നു. കാരണം എന്നെ ഇത്രയും ജീവിതം പഠിപ്പിച്ചു എന്ന് വേണേൽ പറയാം. ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു നരകയാതന ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞു അല്ലേ, നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല നിങ്ങളും. അപ്പോൾ അങ്ങനെ നമുക്കൊരു യാതന ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണവും ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ ഒരു നല്ല നാളെ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയുമെന്ന് നമ്മളിലൂടെ ഒരുപാട് പേര് മോട്ടിവേഷനിലൂടെ നമ്മളൊരു ക്യാൻസർ സർവൈവറായി നമ്മളെ കണ്ട് ഒരുപാട് പേര് എന്താ പറയുക, അവരുടെ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടി തിരിച്ചു വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ക്യാൻസർ ഡേ എന്ന് പറയേണ്ടി വരുമല്ലേ. ഇത് വേൾഡ് ക്യാൻസർ ഡേ ആയതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. എല്ലാവർക്കും ഞാൻ, എല്ലാം സർവൈവർ ആവട്ടെ, എല്ലാവർക്കും ഞാൻ നല്ലൊരു ജീവിതം മുന്നോട്ട് ആശംസിക്കുകയാണ്. ആർക്കും ഇനി ക്യാൻസറൊന്നും വരാതിരിക്കട്ടെ, ക്യാൻസറിനുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വൻ വിജയമാവട്ടെ. ഇപ്പോഴുള്ള ഇമ്മ്യൂണൈസേഷനൊക്കെ പോലെ തന്നെ ക്യാൻസറിനും ഒരു വാക്സിനൊക്കെ വരട്ടെ അല്ലേ. എന്താ, കുടുംബം വിട്ടിട്ടായാലും നമുക്ക് വാക്സിനൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ. അപ്പം വേറെ എന്താ, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഷെയർ ചെയ്യാനില്ല കേട്ടോ. ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറയാം. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്ന് എൻ്റെ മനസ്സ് വല്ലാത്തൊരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കുക. കാരണം എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എനിക്ക്. ഞാൻ ഒരിക്കലും, സത്യം പറയാമല്ലോ, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ക്യാൻസർ വന്ന സമയത്ത് ഇത്ര പെട്ടെന്നല്ല. ബ്രസ്റ്റ് ക്യാൻസർ ആയതുകൊണ്ട് ഒരു 1 ഇയറിനുള്ളിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാവുമെന്നും പെട്ടെന്ന് തന്നെ ഓക്കെ ആവുമെന്നൊക്കെ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസക്കുറവായിരുന്നു. ഞാൻ സർവൈവ് ആവുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഞാൻ പഴയ പോലെ ഡ്യൂട്ടിക്ക് കയറുമോ, ഞാൻ പഴയ പോലെ ആവുമോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറയാമല്ലോ, പഴയതിനേക്കാളും ആക്റ്റീവ് ആവാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്കൊരു ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2022 ഇന്ന് വരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല. സത്യം പറയാമല്ലോ, ക്യാൻസർ വന്ന ശേഷമാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. എനിക്കിത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ആക്ടിവിറ്റികളോ ഒക്കെ കാണിച്ചൊക്കെ ഇടാമായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഈ ക്യാൻസറാണ് എനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ധൈര്യം തന്നത്. അങ്ങനെ പല കാര്യവും വേണേൽ പറയാം. പല കാര്യത്തിലും എനിക്ക് ഈ ഒരു അസുഖം വന്നതോടുകൂടി എൻ്റെ ധൈര്യം കുറച്ചും കൂടി വർദ്ധിച്ചതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട. നമ്മളെല്ലാം, വീണ്ടും ഞാൻ പറയുന്നു, നമ്മളെല്ലാം ക്യാൻസർ സർവൈവേഴ്സാണ്. ഇന്ന് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ, കീമോയൊക്കെ ചെയ്ത് ഞാനെപ്പം പഴയ പോലെ ആവുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്ന് കൊണ്ടും പേടിക്കേണ്ട. അടുത്ത കൊല്ലം, അടുത്ത ഫെബ്രുവരി 4 നിങ്ങൾക്കും ഒരു ക്യാൻസർ സർവൈവർ ആണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടതാണല്ലോ എന്ന് ഇന്ന് ഞാൻ ആലോചിച്ചതുപോലെ. അപ്പോൾ നിങ്ങൾക്കും അടുത്ത കൊല്ലം ഈ സമയത്ത് അന്ന് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കപ്പോഴും കമൻസിലൂടെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.